നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അനധികൃത മദ്യക്കടത്തിനിടെ ഒരാളെ തൃത്താല പോലീസ് പിടികൂടി. കുറ്റിപ്പുറം സ്വദേശി കൊള്ളനം പറ്റ വീട്ടിൽ സജീഷാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം തൃത്താല ജാറം പള്ളിക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 20 മദ്യക്കുപ്പികളിലായി 10 ലിറ്ററോളം മദ്യം പോലീസ് പിടികൂടി. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തത്തിൽ ഉൾപ്പെട്ട പ്രതിയാണ് ഇയാൾ. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടാനായത്. പട്ടാമ്പി നഗരസഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. VK ശ്രീകണ്ഠൻ MP പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. 29 വാർഡുകളുള്ള നഗരസഭയിൽ 16 കോൺഗ്രസും 13 വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും. TP ഷാജി, C സംഗീത, KR നാരായണസ്വാമി, ജിതേഷ് മോഴിക്കുന്നം, ലതാകുമാരി, TP ഉസ്മാൻ, CP അബ്ദുൽ സജാദ്, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്. VK ശ്രീകണ്ഠൻ MP സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനം സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് നടത്തുകയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VK ശ്രീകണ്ഠൻ സൂചിപ്പിച്ചു. ഒരു കാലത്ത് പട്ടാമ്പി എന്തായിരുന്നു നമുക്കറിയാം. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നറിയപ്പെട്ടിരുന്ന പട്ടാമ്പി പിന്നീട് ആ ചുവപ്പ് കോട്ടയ്ക്ക് മാറ്റാൻ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേരുടെ രക്തം, അവരുടെ ജീവവായു എല്ലാം നഷ്ടപ്പെടുത്തിയാണ് ഇത് വീണ്ടെടുത്തത്. പിന്നീട് അങ്ങോട്ട് ത്രിവർണ്ണ പടയോട്ടമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതുപോലെ കൈമെയ്യും മറന്നു നിന്ന ഒരു മണ്ഡലം വേറെയില്ല. അങ്ങനെയാണ് ഇത് UDFന്റെ ഒരു ഉരുക്ക് കോട്ടയാക്കി മാറ്റിയത്. ഇടക്കാലത്തുണ്ടായ നമ്മളിലെ ചില അഭിപ്രായം, അതിന്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പാവുമ്പോൾ സ്വാഭാവികം. അതെല്ലാം മാറ്റിവെച്ച് അതെല്ലാം മറന്നുകൊണ്ട് വളരെ ഊർജ്ജസ്വലമായി UDF കരുത്താർജിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും ആ കരുത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി പട്ടാമ്പി നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വെന്നിക്കൊടി പാറിക്കണം. അതിന് ഈ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്. ഈ നാടിന്റെ മക്കളാണ്. നാടുമായിട്ടും ജനങ്ങളുമായിട്ടും അത്ര ഇടപഴകിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. ഈ തേരോട്ടം തുടരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പട്ടാമ്പിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയം. എന്താണ് ആ പുതിയ രാഷ്ട്രീയം? കഴിഞ്ഞ 9.5 കൊല്ലമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്ന നയങ്ങൾ. നമ്മുടെ സമൂഹം ഇന്ത്യക്ക് മാതൃകയാണ്. പല കാര്യങ്ങളും മാതൃകയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. ഇന്നിപ്പോ ആരോഗ്യവും വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ്? KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. CMA കരീം, TP ഷാജി, അഡ്വക്കേറ്റ് M രാമദാസ്, E മുസ്തഫ, KR നാരായണസ്വാമി, KP വാപ്പുട്ടി, CA സാജിദ്, C സംഗീത, ET ഉമ്മർ കിഴായൂർ, K ബഷീർ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. വ്യാഴാഴ്ച രാവിലെ മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നഗരസഭയിലേക്ക് എത്തിയത്. നഗരസഭയിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് LDF വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളാണ് LDFന്റെ പ്രചരണായുധം. 29 ഡിവിഷനിലും LDF മത്സരിക്കുന്നുണ്ട്. LDF സ്വതന്ത്രന്മാരും രംഗത്തുണ്ട്. നഗരസഭ വരണാധികാരിക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത്. നേതാക്കളായ NP വിനയകുമാർ, AV സുരേഷ്, AV അബു, O ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭയിൽ തുടർഭരണം സുനിശ്ചിതമാണെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം AV സുരേഷ് പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്കകത്ത് ഉറപ്പായും ഭരണ തുടർച്ചയുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വരും.
കഴിഞ്ഞ തവണ ഈ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി B4 സഖ്യമായിട്ടാണ് വിജയിച്ചത്. ഇവിടെ അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 30 കൊല്ലം ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പട്ടാമ്പിയിൽ നടന്നിട്ടുള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ മാതൃകാപരമായ രൂപത്തിൽ നടത്തിയെടുത്ത ഭരണസമിതിയാണ്, നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ ഭരണസമിതി. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിലെ ജനങ്ങൾ ഈ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടിന്, ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകണമെന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നയങ്ങൾക്ക്, നടപ്പാക്കിയ വികസന നയങ്ങൾക്ക്, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാതി വഴിയിലെത്തിയ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വീണ്ടും പട്ടാമ്പിക്ക് മാതൃകാപരമായ രൂപത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും പട്ടാമ്പിക്ക് നടത്താനുണ്ട്. അക്കാര്യങ്ങൾ നടത്തി അവസാനിപ്പിക്കുന്നതിന്, മികച്ച രൂപത്തിൽ പട്ടാമ്പിയെ മാറ്റുന്നതിന് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. ചരിത്ര വിജയം നേടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. പലയിടത്തും തർക്കങ്ങൾ മൂലം നീണ്ടുപോയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗം നടത്താനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികൾ. വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. പത്രിക സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സര ചിത്രം തെളിയും. വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കാൻ 18 പയറ്റുകയാണ് പാർട്ടികൾ. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിപ്പിക്കാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ്. അതിന് തയ്യാറാകാത്തവർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. മത്സര ചിത്രം തെളിയുന്നതോടെ തെരഞ്ഞെടുപ്പ് പോർക്കളം സജീവമാകും. ഇനിയുള്ള ദിവസങ്ങളിൽ കൺവെൻഷനുകളും വീട് കയറിയുള്ള വോട്ട് തേടലുമെല്ലാം സജീവമാകും. 3ഉം 4ഉം റൗണ്ട് വരെ സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലുമെത്തും. പ്രചരണത്തിന് സൈബർ സാധ്യതകളും പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പാർട്ടികൾ ഇതിനകം മേൽക്കൈ നേടിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും പൂർത്തിയാകുന്നതോടെ പ്രചരണത്തിന് തീപിടിക്കും. തലമുതിർന്ന നേതാക്കൾ വരെ ക്യാമ്പ് ചെയ്താണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജനഹിത പരിശോധനയായതിനാൽ അരയും തലയും മുറുക്കി തന്നെയാണ് മുന്നണികൾ പ്രചരണം നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലേക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോന്ന വാഹിദ് കൽപ്പക LDFന്റെ പിന്തുണയിൽ മത്സരിക്കും. 14ാം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുക. പട്ടാമ്പി നഗരസഭയിലേക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നിന്നും പുറത്തു പോന്ന വാഹിദ് കൽപ്പക LDFന്റെ പിന്തുണയാണ് മത്സരിക്കുന്നത്. 14ാം ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പട്ടാമ്പി നഗരസഭയിലെ 14ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ PP അബ്ദുൽ വാഹിദ് കൽപ്പക തീരുമാനിച്ചിരുന്നത്. തുടർന്നാണ് LDF പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. വ്യാഴാഴ്ച LDF സ്ഥാനാർത്ഥികൾക്കൊപ്പം വാഹിദ് കൽപ്പക നാമനിർദ്ദേശ പത്രിക നൽകി. പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്നു വാഹിദ്. TP ഷാജി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു വാഹിദിന്റെ പരാതി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് LDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്നതെന്നും വാഹിദ് പറഞ്ഞു. LDFിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. എത്ര വാർഡിലാണ്? 14ാം വാർഡ്. പ്രധാനമായിട്ടും ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ തഴയപ്പെടുന്നൊരു സമയത്ത് തഴയപ്പെടുകയുണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥി തന്നെ. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു. നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടിയിട്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച, പാർട്ടിക്ക് പറ്റിയ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയുണ്ടായാലും അപജയം, അതങ്ങനെ തന്നെ പറയേണ്ടി വരും. ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനും ഞങ്ങളാരും എതിരല്ലായിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കൂട്ടി ചർച്ച നടന്നിട്ടില്ല എന്നും പ്രധാനമായിട്ടുള്ള കാരണം. അതിൽ തന്നെ അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പാർട്ടി ഒരുപാട് ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഈ ഇലക്ഷനിൽ അതൊന്നും അങ്ങനെ വിട്ടു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. തങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് വാഹിദിനെ പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്ന് CPM നേതാവ് AV സുരേഷും പ്രതികരിച്ചു. 14 അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് വാഹിദ്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട്.
അത് തീർച്ചയായും കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഞാങ്ങാട്രിയിൽ ഝാൻസി റാണി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെയും സൈന്യ മാതൃശക്തി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെയും ഞാങ്ങാട്രി മഹർഷി സീനിയർ സെക്കൻഡറി വിദ്യാലയം എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ 197ാമത് ജന്മദിനം ആഘോഷിച്ചത്. ഞാങ്ങാട്രി മഹർഷി വിദ്യാലയത്തിൽ വെച്ചായിരുന്നു പരിപാടി. വിദ്യാർത്ഥികൾക്കായി വിഷയാധിഷ്ഠിതമായ പ്രസംഗ മത്സരവും പ്രബന്ധ രചനാ മത്സരവും സംഘടിപ്പിച്ചു. രാവിലെ നടന്ന അനുമോദ സദസ്സിൽ സൈന്യ മാതൃശക്തി പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങ് മഹർഷി വിദ്യാലയം മാനേജിംഗ് ട്രസ്റ്റി വിനയഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞു കവിയുന്ന വിദ്യാർത്ഥികൾ അത് വളരെ അപൂർവമാണ് എന്ന സത്യം എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെ ഉള്ളിലും ആ രാഷ്ട്രസ്നേഹം, ആ രാഷ്ട്രബോധം നിറഞ്ഞ് നിൽക്കണം സദാസമയം. വെറുതെ ഒരു ഭാരതമാതാക്കി ജയ് വിളിച്ചത് കൊണ്ടോ സനാതന ധർമ്മയ്ക്ക് ജയ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം രാഷ്ട്രസ്നേഹം വളരുന്നില്ല. സ്വന്തം പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇത് നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദേശാഭിമാനമില്ലാത്ത, രാഷ്ട്രബോധമില്ലാത്ത ഭാരതീയ തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഒരു രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് തന്നെ ഉണ്ടായ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനം വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഭാരതത്തിൽ തന്നെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഭാരതത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ചില വ്യക്തികളാണ് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചത്. ABPSSP പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ്, ജില്ലാ കൺവീനർ N അജയകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ AK, താലൂക്ക് ജനറൽ സെക്രട്ടറി ജയരാജൻ, പട്ടാമ്പി താലൂക്ക് ട്രഷറർ ഗംഗാധരൻ, സൈന്യ മാതൃശക്തി പട്ടാമ്പി താലൂക്ക് ട്രഷറർ ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളായ അഞ്ജന, കൃഷ്ണ M പ്രശാന്ത്, ജെ പാവന എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. വിവാഹശേഷം രാജനിയമങ്ങൾ പ്രകാരം റാണി ലക്ഷ്മിഭായിയായി മാറുന്നു. കഴിഞ്ഞ പുത്രന്റെ മരണവും തുടർന്ന് ഗംഗാധര റാവുവിന്റെ മരണവും റാണിയെ തളർത്തി. ഝാൻസി ഏറ്റെടുക്കാൻ തക്കം കാത്തുനിന്ന ബ്രിട്ടീഷുകാർ അവസരം നന്നായി വിനിയോഗിച്ചു. റാണിക്ക് കൊട്ടാരം വിട്ടുകൊടുക്കേണ്ടി വന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ കീബോർഡിൽ വിസ്മയം തീർത്ത VG വിഘ്നേശ്വർ. വിശേഷാൽ കച്ചേരിയിൽ 1 മണിക്കൂറോളം ആസ്വാദനത്തിന്റെ ആവേശ തിരമാലയാണ് അലയടിച്ചത്. ത്യാഗരാജർ അടാണരാഗത്തിൽ രചിച്ച അനുപമ ഗുണാംബുധി എന്ന കീർത്തനമാണ് ഖണ്ഡ ചാപ്പുതാളത്തിൽ ആദ്യം വായിച്ചത്. തുടർന്ന് ഹംസനാഥരാഗത്തിൽ ബണ്ടുരീതി, കൊലുവയ്യ, ശങ്കരാഭരണ രാഗത്തിൽ സ്വരരാഗസുധ എന്നീ കീർത്തനങ്ങളും വായിച്ചു. ധനാശ്രീ രാഗത്തിൽ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന വായിച്ചാണ് കീബോർഡ് വിസ്മയം അവസാനിപ്പിച്ചത്. നല്ലൈ K വിശ്വനാഥൻ വയലിനിലും പ്രവീൺ ശർമ്മ മൃദംഗത്തിലും വൈക്കം ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. കഥകളിപ്പദം പാടി ശ്രീവത്സൻ J മേനോൻ ആസ്വാദകരുടെ മനം കവർന്നു. അജിതാ ഹരി എന്ന കഥകളിപ്പദം ആലപിച്ചപ്പോൾ സദസ്സിലാകെ കരഘോഷമുയർന്നു. രേവഗുപ്തി രാഗത്തിൽ ഗോപാലക പാഹിമാം എന്ന് തുടങ്ങുന്ന പ്രശസ്ത കീർത്തനം കൂടി അദ്ദേഹം പാടി. മഞ്ജുള രാജേഷ് വയലിനിലും മാവേലിക്കര RV രാജേഷ് മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ ഘടത്തിലും പക്കമേളമൊരുക്കി. ശ്രീവിദ്യ സെക്കന്ദരാബാദിന്റെ കച്ചേരിയും ശ്രദ്ധേയമായി.
കേരള കലാമണ്ഡലത്തിലെയും സ്കൂൾ ഓഫ് ഡ്രാമയിലെയും സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.